ആയുർവേദത്തിലേക്ക് വരുമ്പോൾ ചിന്തിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഇൻഷുറൻസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇൻഷുറൻസ് എടുക്കില്ല. അലോപ്പതി ആകുമ്പം എളുപ്പത്തിൽ ഇൻഷുറൻസ് മിക്കവാറും എല്ലാ ക്ലിനിക്കുകളും എടുക്കുന്നതായിരിക്കും. ഇങ്ങനൊരു സംശയം ഉണ്ടാവും. ഇപ്പം നമ്മുടെ ക്ലിനിക്കിലാണ് ഇപ്പോൾ ഒരാൾ വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അത് എത്രമാത്രം അഫോർഡബിൾ ആയിരിക്കും റേറ്റിൻ്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ സപ്പോർട്ടും എങ്ങനെ എത്രമാത്രമായിരിക്കും? UAE നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ദുബായ് ഹെൽത്ത് അതോറിറ്റി ആണെങ്കിലും മറ്റ് മിനിസ്ട്രികളാണെങ്കിലും ഒരുപാട് ഓൾട്ടർനേറ്റീവ് മെഡിസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാർ ഇൻഷുറൻസിൽ ഇപ്പം ആയുർവേദം കവേർഡാണ്. നേരത്തെ നമുക്ക് പറയാൻ പ്രീമിയം ഇൻഷുറൻസിലേ ഉള്ളായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരുടെ ഇൻഷുറൻസിൽ തന്നെ ആയുർവേദം കവേർഡുണ്ട്. അത് ഓരോ പർട്ടിക്കുലർ രീതിയിലാണ്. ചിലർക്ക് കൺസൾട്ടേഷൻ മെഡിസിനായിട്ടാകും, കൺസൾട്ടേഷൻ തെറാപ്പി ആയിട്ടാകാം, ചിലരിൽ ലിമിറ്റഡ് ആകാം, അൺലിമിറ്റഡ് ആകാം. അപ്പോൾ അതൊന്ന് നമുക്ക് എപ്പോഴും ടേബിൾ ഓഫ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഇൻഷുറൻസിൽ ഒരു ബെനിഫിറ്റ് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ലിസ്റ്റ് ഉണ്ട്. അതിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അറിഞ്ഞാൽ അതനുസരിച്ചിട്ട് അവർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ അവർക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കാം. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോസ്റ്റ്ലി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. കൺസൾട്ടേഷൻ കഴിഞ്ഞ് മെഡിസിൻ കൊണ്ട് മാത്രവും ചികിത്സിക്കാം, മെഡിസിൻ വിത്ത് തെറാപ്പി ചികിത്സിക്കാം, ഓൺലി തെറാപ്പിയും ചികിത്സിക്കാം, വിത്തും ചികിത്സിക്കാം. അപ്പോൾ അത് കാരണം നമുക്ക് അത്രയൊരു അഫോർഡബിലിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാം. രോഗിയുടെ സിറ്റുവേഷൻ എങ്ങനെയാണ് അത് നോക്കിയിട്ടായിരിക്കും തീരുമാനിക്കുന്നത്. അതെ അതെ. അതിൽ ഇപ്പം പറഞ്ഞല്ലോ, ആ രോഗിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല തീരെ. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചാണ് ആസ് ആൻ ആയുട്രീറ്റ് നമുക്കിപ്പം ഡ്രൈവേഴ്സോ അതുപോലുള്ള അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർ വന്ന് ഞങ്ങൾ ആ രീതിയിൽ ചികിത്സിക്കാറുണ്ട്. ഞങ്ങൾ കൺസൾട്ടേഷൻ എടുക്കാതെയോ അല്ലെങ്കിൽ മെഡിസിൻസ് ആണെങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് ഫ്രീ ആയിട്ടും കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു പ്രൈസ് കുറച്ചിട്ടിട്ട് നമുക്ക് കിട്ടുന്ന പ്രൈസുകളിലൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കാറ്റഗറി മുതൽ ഞങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ വരെ ഞങ്ങൾക്ക് ചികിത്സിക്കാൻ പറ്റും. അതായത് വളരെ അഫോർഡബിൾ ആയിട്ടും പ്ലസ് എൻഡ് വരെ. ഇപ്പം ചിലർക്ക് 14 days ഇടേണ്ടി വരുവാണെങ്കിൽ നമുക്ക് 14 days ട്രീറ്റ്മെൻറ്റ് ഇടും. 21 days ഇടണമെങ്കിൽ 21 days ഇടാം. അത് പക്ഷേ കണ്ടീഷൻ വൈസേ ചെയ്യൂ. മോസ്റ്റ്ലി നമ്മൾ ആളുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആൾക്ക് തെറാപ്പിയും മെഡിസിനും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു 2 weeks കൊണ്ട് നല്ല രീതിയിൽ മാറ്റം വരും. പിന്നെ ഞാൻ ഒരിക്കലും ഒരു മെഡിസിൻ ഒന്നും ഇങ്ങനെ ലൈഫ് ടൈം അങ്ങനൊന്നും നമ്മൾ ആയുട്രീറ്റിൽ ആരും തന്നെ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്കൊരാൾക്ക് മെഡിസിൻ സ്ഥിരമായിട്ട് കഴിക്കുന്നതും അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്യൂറേഷനിൽ കഴിച്ച് ട്രീറ്റ് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് നാൾ കഴിക്കുന്നതിന് പിന്നെ ട്രീറ്റ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിങ്ങനെ കഴിക്കുന്നു, മാനേജ് ചെയ്യുന്നു എന്നേ പറയാൻ പറ്റും. അപ്പം ഞങ്ങൾ 2 to 3 weeks മെഡിക്കേഷൻ മാത്രമേ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ സ്കിൻ കേസസിലൊക്കെയാണ് അതിൽ കൂടുതൽ വരാറ്.